നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 സെപ്റ്റംബർ മാസം 21 മുതൽ 30 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ പട്ടികവർഗ പദവിയും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കുർമലി ഭാഷയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പോരാടുന്ന കർഷക സമൂഹം അല്ലെങ്കിൽ കർഷക വിഭാഗമാണ് കുർമികൾ. അപ്പൊ അടുത്തിടെ പട്ടികവർഗ പദവിയും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കുർമലി ഭാഷയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പോരാടുന്ന കർഷക സമൂഹമാണ് ഇത് കുർമികൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ഈ കുർമി വിഭാഗം കാണപ്പെടുന്നുണ്ട്. അപ്പൊ അടുത്തിടെ പട്ടികവർഗ പദവിയും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കുർമലി ഭാഷയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പോരാടുന്ന കർഷക സമൂഹം ചോദിച്ചാൽ ഏതാണ്? കുർമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൈന്യം അമോഘ് ഫ്യൂറി എന്ന സംയോജിത ഫയർ അഭ്യാസം നടത്തിയത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യൻ സൈന്യം അമോഘ് ഫ്യൂറി എന്ന സംയോജിത ഫയർ പവർ അഭ്യാസം നടത്തിയത് ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുരുഷ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് സ്മൃതി മന്ദാന. അപ്പൊ പുരുഷ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ആരാണ്? അത് സ്മൃതി മന്ദാനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതുക്കിയ GST ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി 2025 സെപ്റ്റംബർ 22 മുതലാണ്. അപ്പൊ പുതുക്കിയ GST ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത് 2025 സെപ്റ്റംബർ 22 മുതലാണ്. നിലവിൽ 5%, 18% സ്ലാബുകളാണ് ഉള്ളത്. 5%ന്റെയും 18%ന്റെയും സ്ലാബുകളാണ് നിലവിലുള്ളത്. 12%ന്റെയും 28%ന്റെയും സ്ലാബുകൾ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതുക്കിയ GST ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്ന തീയതി ചോദിച്ചാൽ എന്താണ്? 2025 സെപ്റ്റംബർ 22 മുതലാണ് പുതുക്കിയ GST സ്ലാബുകൾ നിലവിൽ വരുന്നത്. നിലവിൽ 5%, 18% സ്ലാബുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ദിവത്സര ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് ഹിമാൻഷു കുൽക്കർണി. അപ്പൊ ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ദിവത്സര ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ചോദിച്ചാൽ ആരാണ്? ഹിമാൻഷു കുൽക്കർണി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമല സുരയ്യയുടെ ജീവചരിത്രമായ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ രചിച്ചതാരാണ്? ഡോക്ടർ K. ആശയാണ്. അപ്പൊ കമല സുരയ്യയുടെ ജീവചരിത്രമാണ് മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ. അപ്പൊ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന് പറയുന്ന ഈ ജീവചരിത്രം രചിച്ചത് ആരാണ്? ഡോക്ടർ K. ആശയാണ് ഈ ജീവചരിത്രം രചിച്ചത്. അപ്പൊ കമല സുരയ്യയുടെ ജീവചരിത്രമായ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ രചിച്ചത് ആരാണ്? ഡോക്ടർ K. ആശയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്ന വ്യക്തിയാണ് മിഥുൻ മൻഹാസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്ന വ്യക്തി ആരാണ്? മിഥുൻ മൻഹാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്ക. അപ്പൊ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് അമേരിക്ക. 16 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം ഉൾപ്പെടെ 26 മെഡലുകളാണ് ആര് നേടിയത്? അമേരിക്ക നേടിയത്. അപ്പൊ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്കയാണ് 1ാം സ്ഥാനം നേടിയത്. 2ാം സ്ഥാനം കെനിയക്കാണ്. 3ാം സ്ഥാനം കാനഡയ്ക്കാണ്. ഇതില് ഇന്ത്യക്ക് മെഡലുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. അപ്പൊ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് മെഡലുകളൊന്നുമില്ല. 1ാം സ്ഥാനം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്കയാണ് 1ാം സ്ഥാനം നേടിയത്. 16 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം. 2ാം സ്ഥാനം ചോദിച്ചാൽ കെനിയയും 3ാം സ്ഥാനം കാനഡയ്ക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട് സർക്കാരിന്റെ MS സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. അപ്പൊ തമിഴ്നാട് സർക്കാരിന്റെ MS സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചാൽ ആരാണ്? KJ യേശുദാസിനാണ് MS സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക സമാധാന ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നാണ്. അപ്പൊ 2025 ലോക സമാധാന ദിനത്തിന്റെ പ്രമേയമാണ് ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്ന് പറയുന്നത്.
സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 21 2025 ലോക സമാധാന ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താണ്? ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ലോക ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം. അത് ആംഗ്യഭാഷ അവകാശങ്ങൾക്കായി ഒപ്പുവെക്കുക എന്നതാണ്. അപ്പൊ 2025 ലോക ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആംഗ്യഭാഷ അവകാശങ്ങൾക്കായി ഒപ്പുവെക്കുക എന്നതാണ്. സെപ്റ്റംബർ 23 ലോക ആംഗ്യഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ലോക ആംഗ്യഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 23 2025 ലോക ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആംഗ്യഭാഷ അവകാശങ്ങൾക്കായി ഒപ്പുവെക്കുക എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷിക മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ബ്രസീലും ആരംഭിച്ച സംരംഭമാണ് മൈത്രി 02. അപ്പോൾ കാർഷിക മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ബ്രസീലും ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് മൈത്രി 02. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും നടത്തുന്ന അന്വേഷണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ നുങ്ഖു. അപ്പോൾ ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും നടത്തുന്ന അന്വേഷണമാണ് ഓപ്പറേഷൻ നുങ്ഖുർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ പ്രതിരോധ ഗ്രാമം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ചിദംബരം കില്ലായി, തമിഴ്നാട്ടിലെ ചിദംബരം കില്ലായിലാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ പ്രതിരോധ ഗ്രാമം നിലവിൽ വരുന്നത് ചിദംബരം കില്ലായി, തമിഴ്നാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ഇ ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ഇ ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ഇ ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ AI പ്രാപ്തമാക്കിയ പ്രകൃതി അനുഭവ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലെ ബെറ്റ്ല നാഷണൽ പാർക്കിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ AI പ്രാപ്തമാക്കിയ പ്രകൃതി അനുഭവ കേന്ദ്രം നിലവിൽ വരുന്നത് ജാർഖണ്ഡിലെ ബെറ്റ്ല നാഷണൽ പാർക്കിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന 500ാമത്തെ കപ്പലാണ് MSC വെറോണ. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന 500ാമത്തെ കപ്പൽ ചോദിച്ചാൽ ഏതാണ്? MSC വെറോണയാണ്. ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലാണ് MSC വെറോണ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലാണ് MSC വെറോണ എന്ന് പറയുന്നത്. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന 500ാമത്തെ കപ്പലാണ് MSC വെറോണ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ISSF ജൂനിയർ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2025 ISSF ജൂനിയർ ലോകകപ്പിന്റെ വേദി ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4x400 റിലേയിൽ സ്വർണം നേടിയതിനെ തുടർന്ന് പൊതു അവധി പ്രഖ്യാപിച്ച രാജ്യമാണ് ബോട്സ്വാന. അപ്പൊ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4x400 റിലേയിൽ സ്വർണം നേടിയതിനെ തുടർന്ന് പൊതു അവധി പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ബോട്സ്വാനയാണ് പൊതു അവധി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പാകിസ്ഥാനുമായി സുപ്രധാന പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് സൗദി അറേബ്യ. പാകിസ്ഥാനുമായി സുപ്രധാന പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പിട്ട രാജ്യം ചോദിച്ചാൽ ഏതാണ്? സൗദി അറേബ്യയാണ് പാകിസ്ഥാനുമായി പ്രധാന പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പിട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം സൈനിക താവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട രാജ്യമാണ് അമേരിക്ക, USA. അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം സൈനിക താവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്കയാണ്. നെക്സ്റ്റ്, G7-ൽ പാലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളായി തീർന്നത് ബ്രിട്ടനും കാനഡയും. അപ്പൊ G7-ൽ പാലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടനും കാനഡയുമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ബീമാ സുഖം. അപ്പൊ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച പോർട്ടലാണ് ഇത് ബീമാ സുഖം. ബീമാ സുഖം. നെക്സ്റ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് ഓഖ്ല, ഡൽഹിയിലെ ഓഖ്ലയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് നിലവിലുള്ളത്. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഡൽഹിയിലെ ഓഖ്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാ മിത്രം. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ചോദിച്ചാൽ ഏതാണ്? സുരക്ഷാ മിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഗ്ലോബൽ ഫുഡ് റെഗുലേറ്ററി സമ്മിറ്റിന്റെ പ്രമേയം യഥാ അന്നം തഥാ മന എന്നായിരുന്നു. അപ്പൊ 2025 ഗ്ലോബൽ ഫുഡ് റെഗുലേറ്ററി സമ്മിറ്റിന്റെ പ്രമേയം ചോദിച്ചാൽ ഏതാണ്? യഥാ അന്നം തഥാ മന എന്നാണ്. ഭക്ഷണത്തെ പോലെ തന്നെ മനസ്സും എന്നാണ് ഇതിന്റെ അർത്ഥം. ഭക്ഷണത്തെ പോലെ തന്നെ മനസ്സും. 2025 ഗ്ലോബൽ ഫുഡ് റെഗുലേറ്ററി സമ്മിറ്റിന്റെ പ്രമേയം എന്താണ്? യഥാ അന്നം തഥാ മന. ഭക്ഷണത്തെ പോലെ തന്നെ മനസ്സും എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ആജീവാനന്ദ സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സിനിമാ നടി ഷീലയ്ക്കും വിപ്ലവ ഗായിക PK മെയ്ദിനിക്കുമാണ് വയോസേവന പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2025 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം ലഭിച്ചത് സിനിമാ നടി ഷീലയ്ക്കും വിപ്ലവ ഗായിക PK മെയ്ദിനിക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരായി ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആന്റി ചിറ്റ വളണ്ടിയർ. അപ്പോൾ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരായി ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആന്റി ചിറ്റ വളണ്ടിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ പുതിയ ഇനം ട്യൂബ് നോസ്ഡ് വവ്വാലായ ഹാർപിയോള ഐസോഡോണിനെ കണ്ടെത്തിയ സംസ്ഥാനം ചോദിച്ച മിസോറാം ആണ്. അപ്പൊ അടുത്തിടെ പുതിയ ഇനം ട്യൂബ് നോസ്ഡ് വവ്വാലായ ഹാർപിയോള ഐസോഡോണിനെ കണ്ടെത്തിയ സംസ്ഥാനമാണ് മിസോറാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ അത്യാധുനിക ആന്റി സബ്മറൈൻ വാർഫെയർ ആഴം കുറഞ്ഞ ജലക്കപ്പലാണ് INS ആൻഡ്രൂത്ത്. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ അത്യാധുനിക ആന്റി സബ്മറൈൻ വാർഫെയർ ആഴം കുറഞ്ഞ ജലക്കപ്പലിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? INS ആൻഡ്രൂത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് തെലങ്കാന KSRTC ആണ്. അപ്പൊ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് തെലങ്കാന KSRTC ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹി ബെൻസോര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് രാജസ്ഥാനിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹി ബെൻസോര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് രാജസ്ഥാനിലാണ്. അപ്പൊ മഹി ബെൻസോര ആണവ നിലയ പദ്ധതി എവിടെയാണ്? രാജസ്ഥാനിലാണ് ഈ പദ്ധതി ഉള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്തത് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മഹി ബെൻസോര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് രാജസ്ഥാനിലാണ് ഈ പദ്ധതി ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട കിരൺ ദേശായിയുടെ കൃതിയാണ് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. അപ്പോൾ ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട കിരൺ ദേശായിയുടെ കൃതിയാണ് ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സുബ്രതോ മുഖർജി കപ്പ് നേടിയ ടീമാണ് കേരളം. അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സുബ്രതോ മുഖർജി കപ്പ് നേടിയ ടീം ഏതാണ്? കേരളം. കേരളത്തെ പ്രതിനിധീകരിച്ച് കളിച്ചത് കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഉത്തരാഖണ്ഡിലെ അമിനിറ്റി സ്കൂളിനെ 2-0 തോൽപ്പിച്ചത്. അപ്പോൾ അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സുബ്രതോ മുഖർജി കപ്പ് നേടിയ ടീം ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് ക്ലച്ച്, മാപ്പിൾ, സായു എന്നിവർ. അപ്പൊ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതാണ്? ക്ലച്ച്, മാപ്പിള്, സായു. ഇത് ക്ലച്ച് എന്ന് പറയുന്ന ബാൾഡ് ഈഗിൾ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നു. മാപ്പിൾ എന്ന് പറയുന്ന ജാഗോറാണ് മെക്സിക്കോ പ്രതിനിധീകരിക്കുന്നു. സായു എന്ന് പറയുന്നത് ദി മൂസ്മാൻ വിഭാഗത്തിൽപ്പെട്ടതാണ്, കാനഡയെയാണ് പ്രതിനിധീകരിക്കുന്നത്. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പൊ ആ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ക്ലച്ച്, മാപ്പിള്, സായു എന്നിവയാണ് 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ ആഘോഷ വേദിയാണ് മലേഷ്യയിലെ മലാക്ക. ഇപ്പൊ 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ ആഘോഷ വേദി ചോദിച്ചാൽ മലേഷ്യയിലെ മലാക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്കീം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മെർട്ടെ സ്കീം ഉദ്ഘാടനം ചെയ്തത് ഒഡീഷയിലാണ്. ലോകബാങ്കുമായി സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്കീം ഉദ്ഘാടനം ചെയ്തത് ഒഡീഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ പാക്ബയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പാക്ബയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ പദ്ധതി. കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം. ലോകത്തെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ്? പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2025 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2025 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഡൽഹിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇന്ത്യയുടെ 9ാമത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടമാണ് 2025 ലഭിച്ചത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ് ആയിരുന്നു ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ഡോണ്ട് മിസ് ദ ബീറ്റ് എന്നാണ്. അപ്പൊ 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താണ്? ഡോണ്ട് മിസ് ദ ബീറ്റ് എന്നാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. അപ്പൊ 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഡോണ്ട് മിസ് ദ ബീറ്റ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമമായി മാറിയത് തെലങ്കാനയിലെ കൊണ്ടറട്ടിപ്പള്ളിയാണ്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമമാണ് കൊണ്ടറട്ടിപ്പള്ളി, തെലങ്കാന. ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമമാണ് തെലങ്കാനയിലെ കൊണ്ടറട്ടിപ്പള്ളി. അടുത്ത ക്വസ്റ്റ്യൻ സോളാർ പവർ പ്ലാന്റിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരമായി മാറിയത് ഇൻഡോർ. സോളാർ പവർ പ്ലാന്റിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരമായി മാറിയത് ഇൻഡോർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനങ്ങളിൽ പ്രശ്നങ്ങൾ കേൾക്കാനും തത്സമയം പരിഹരിക്കാനും പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനും സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംരംഭമാണ് CM with me. ഇപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും തത്സമയം പരിഹരിക്കാനും പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനും സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംരംഭം അല്ലെങ്കിൽ സിറ്റിസൺ കണക്ട് സെന്റർ ആണ് CM with me എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് പദവി നേടിയ ഹിമാചൽ പ്രദേശിലെ സ്ഥലങ്ങളാണ് ലഹുൽ സ്പിതി ജില്ലയും കോൾഡ് ഡിസർട്ടും. അപ്പൊ യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് പദവി നേടിയ ഹിമാചൽ പ്രദേശിലെ സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതാണ്? ലഹുൽ സ്പിതി ജില്ലയും കോൾഡ് ഡിസർട്ടുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ സീസണിൽ 9000 മില്ലിമീറ്ററിലധികം മഴ പെയ്ത ഇന്ത്യയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായി മാറിയത് താഹിനിഘട്ട്. പൂനെയിലെ താഹിനിഘട്ട്. അപ്പൊ മൺസൂൺ സീസണിൽ 9000 മില്ലിമീറ്ററിലധികം മഴ പെയ്ത് ഇന്ത്യയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായി മാറിയത് പൂനെയിലെ താഹിനിഘട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ ഇന്ത്യ പ്രകൃതിവാതക ശേഖരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആൻഡമാൻ ദ്വീപിലാണ്. ഇപ്പൊ 2025 സെപ്റ്റംബറിൽ ഇന്ത്യ പ്രകൃതിവാതക ശേഖരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആൻഡമാൻ ദ്വീപ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ആത്മകഥയാണ് ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ആത്മകഥയുടെ പേരാണ് ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ആത്മകഥയുടെ പേര് ചോദിച്ചാൽ ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ബുവാലോയ് ചുഴലിക്കാറ്റ്. 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റാണ് ബുവാലോയ് ചുഴലിക്കാറ്റ്. നെക്സ്റ്റ്, കേരളത്തിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ ആൽലിയോൺ സ്പീഷീസുകളാണ് ഇൻഡോഫെൻസ് കേരളാൻസിസ്, ഇൻഡോഫെൻസ് സഹ്യാദ്രിയൻസിസ്. അപ്പോൾ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ ആൽലിയോൺ സ്പീഷീസുകളാണ് ഇൻഡോഫെൻസ് കേരളാൻസിസ്, ഇൻഡോഫെൻസ് സഹ്യാദ്രിയൻസിസ്. ഇൻഡോഫെൻസ് കേരളാൻസിസും ഇൻഡോഫെൻസ് സഹ്യാദ്രിയൻസിസും. അപ്പൊ കേരളത്തിൽ നിന്നും കണ്ടെത്തിയ 2 പുതിയ ആൽലിയോൺ സ്പീഷീസുകളാണ് ഇൻഡോഫെൻസ് കേരളാൻസിസ്, ഇൻഡോഫെൻസ് സഹ്യാദ്രിയൻസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതാ കോമ്പൗണ്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ശീതൾ ദേവി. 2025 പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ വനിതാ കോമ്പൗണ്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയത് ശീതൾ ദേവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിമൻസ് പ്രീമിയർ ലീഗിന്റെ പ്രഥമ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജയേഷ് ജോർജ്. വിമൻ പ്രീമിയർ ലീഗിന്റെ പ്രഥമ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിച്ചാൽ ആരാണ്? ജയേഷ് ജോർജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത് ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അഹമ്മദാബാദ്. 11ാമത് ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? അഹമ്മദാബാദിലാണ് 11ാമത് ഏഷ്യൻ അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ CPR പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് ഹൃദയപൂർവം. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ CPR പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് ഹൃദയപൂർവം. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ റോക്കറ്റ് ആണ് അഗ്നിബാൻ സോർട്ടഡ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് 3D പ്രിന്റഡ് എഞ്ചിൻ റോക്കറ്റ് ചോദിച്ചാൽ ഏതാണ്? അഗ്നിബാൻ സോർട്ടഡ് ആണ്. നെക്സ്റ്റ്, ഇടുക്കി ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖല ശോലവനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടിയാണ് ഒഫിയോറിസ എക്കിനാറ്റ. അപ്പൊ അടുത്തിടെ കണ്ടെത്തിയ ഒഫിയോറിസ എക്കിനാറ്റ എന്ന് പറയുന്നത് കാപ്പിച്ചെടിയാണ്. ഇതിനെ ഇടുക്കി ദേവികുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പൊ ഇടുക്കി ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖല ശോലവനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടിയുടെ പേരാണ് ഒഫിയോറിസ എക്കിനാറ്റ. ഒഫിയോറിസ എക്കിനാറ്റ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു തരം കാപ്പിച്ചെടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പാണ് സഹമിത്ര. അപ്പൊ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പ് ചോദിച്ചാൽ ഏതാണ്? സഹമിത്രയാണ്. നെക്സ്റ്റ്, ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ വ്യക്തിയാണ് റിങ്കു സിംഗ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ വ്യക്തിയാണ് റിങ്കു സിംഗ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ബലോഡ്, ഛത്തീസ്ഗഡിലെ ബലോഡ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഛത്തീസ്ഗഡിലെ ബലോഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഛത്തീസ്ഗഡിലെ ബലോഡ് ജില്ലയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.